മൂന്നാം ടേമും തുടർഭരണം എന്ന ലക്ഷ്യത്തിലൂന്നി ഇടതുപക്ഷം പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളാണ്. ഇന്നലെ വരെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നവർ ഇപ്പോൾ കളം മാറി ചവിട്ടുന്നുണ്ട്. എന്താണ് കാരണം? തുടർഭരണം പാർട്ടിയെ ദുർബലമാക്കുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കുമെന്നും സാംസ്കാരിക നായകർ. ഇടതുപക്ഷ സഹയാത്രികനായ കവി സച്ചിദാനന്ദൻ ഫെബ്രുവരി 8 ഞായറാഴ്ച മനോരമ പത്രത്തിന് നൽകിയ അഭിമുഖവും പത്രം പ്രസിദ്ധീകരിച്ച ഞായറാഴ്ച പേജിലും വന്ന വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സച്ചിദാനന്ദന്റെ പ്രതികരണം ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയാകും എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക ശബ്ദമാണ് സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. തുടർഭരണം LDF-നെ അല്ലെങ്കിൽ CPM-നെ ദുർബലമാക്കുന്നു എന്നൊരു വാദം പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു സാംസ്കാരിക നായകൻ, അതും ഇടതുപക്ഷ സഹയാത്രികനായ സാംസ്കാരിക നായകൻ ഇങ്ങനെ പറയുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. കൂടെ എത്തിയിട്ടുണ്ട് സാറാ ജോസഫും ഇതേ അഭിപ്രായമായി സച്ചിദാനന്ദന് പിന്തുണയുമായി. വേണമെങ്കിൽ പ്രൊഫസർ MN കാരശ്ശേരിയിൽ നിന്നാണ് ഈ വാദമുഖങ്ങൾ തുടങ്ങിയത് എന്ന് പറയാം. മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയാൽ ഇടതുപക്ഷം ദുർബലമാകുമെന്നും ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ UDF ദുർബലമാകുമെന്നും അദ്ദേഹത്തിന്റെ വാദം. അത് പിന്തുടർന്ന് സച്ചിദാനന്ദന്റെ പറച്ചിൽ. ഇപ്പോൾ സാംസ്കാരിക നായകരുടെ നീണ്ട നിര. എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ ഇടതുപക്ഷം കുഴങ്ങുകയാണ്. ബംഗാളിൽ ഉണ്ടായതുപോലൊരു തകർച്ച കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷത്തും ഇരിക്കാൻ LDF തയ്യാറാകണം. തുടർഭരണം കൂടുതൽ അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിക്കും. അജയ്യരാണെന്നുള്ള തോന്നലുണ്ടാക്കും. ജനത്തോടുള്ള വിനയമില്ലാതാക്കാനും വഴിയൊരുക്കും. തുടർഭരണം വീണ്ടും ഉണ്ടായാൽ അവസരവാദികളായ ധാരാളം പേർ ഇടതുപക്ഷത്തിനൊപ്പം ചേരും. സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കും. സച്ചിദാനന്ദന്റെ വാദം തുടരുന്നു.